എൻ്റെ 9 റിബ്സ് ബ്രേക്ക് ആയിട്ടുണ്ട്. എൻ്റെ ഷോൾഡർ ബ്ലേഡ് മൊത്തം ക്രാക്ക് ആയിട്ടുണ്ട്, മൊത്തം പൊടിഞ്ഞു. എൻ്റെ നട്ടെല്ലിന് 3 പൊട്ടുണ്ട്. എൻ്റെ ഒരു ഡിസ്ക് മൊത്തത്തിൽ പൊട്ടിപ്പോയി. എൻ്റെ 2 ഡിസ്ക് ബൾജായി. പിന്നെ എൻ്റെ ചുണ്ട് ഇങ്ങനെ കീറിപ്പോയി. ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഞാൻ ആലോചിക്കുമായിരുന്നു, അറ്റ്ലീസ്റ്റ് ഞാൻ കുറച്ച് ലോകമെങ്കിലും കണ്ടല്ലോ. ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനു മുമ്പ് ലിപ്സ്റ്റിക് പോലും ഇടാതെ പുറത്തിറങ്ങാത്ത ഒരാളായിരുന്നു ഞാൻ. ഇപ്പൊ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഞാൻ ക്യാമറയുടെ മുമ്പിൽ വന്നിരിക്കാനും ഞാൻ എല്ലാ മീഡിയ ചാനൽസിനും റിപ്പോർട്ട് കൊടുക്കാനുമുള്ള റീസൺ എന്താന്ന് വെച്ചാൽ, ഇതിൽ സംസാരിക്കാൻ എനിക്ക് മാത്രമേ പറ്റുള്ളൂ. എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഞാൻ മാത്രമേ ഉള്ളൂ. കണ്ണടയ്ക്കുമ്പോൾ ട്രാക്ടർ കയറുന്ന മാത്രമേ എനിക്ക് ഓർമ്മ ഉണ്ടാവും. എന്നിട്ട് എനിക്ക് പേടിയാവുക. ജൂൺ 17 ബംഗളൂരുവിൽ ഇന്റീരിയർ ഡിസൈനറായിരുന്ന കുന്നമംഗലം സ്വദേശി സാനി കൃഷ്ണയ്ക്ക് ജോലിക്ക് പോകുന്നതിനിടെ അപകടം സംഭവിക്കുന്നത്. ഓൺലൈൻ ബൈക്ക് ടാക്സിയായ റാപ്പിഡോയുടെ അശ്രദ്ധ കൊണ്ട് സംഭവിച്ച അപകടത്തിൽ സാനി കൃഷ്ണയ്ക്കുണ്ടായത് പറഞ്ഞറിയിക്കാനാവാത്ത നഷ്ടം, ഇന്നും തീരാത്ത വേദന. അപകടം നടന്ന് 2 മാസം പിന്നിടുമ്പോഴും 10 രൂപ പോലും നഷ്ടപരിഹാരം നൽകാൻ റാപ്പിഡോ തയ്യാറായിട്ടില്ല. ജൂൺ 17 രാവിലെ 9 മണിക്കാണ് ഞാൻ റാപ്പിഡോ ബൈക്ക് ടാക്സി ബുക്ക് ചെയ്തത്. യൂഷ്വലി ഞാൻ എൻ്റെ കാറിലാണ് എല്ലാ ദിവസവും ഓഫീസിലേക്ക് പോവാറ്. എൻ്റെ വില്ലയിൽ നിന്ന് ഒരു 300 മീറ്റർ ഉണ്ടാവുള്ളൂ ദൂരം. ബാഗ്മാനി ടെക് പാർക്ക് എന്ന് പറയും. അവിടെ വെച്ചിട്ട് ഒരു ട്രാക്ടർ, ഇപ്പോൾ ഈ വണ്ടി കയറുന്നതിന് മുമ്പ് ഞാൻ ഈ പുള്ളിക്കാരനോട് പറഞ്ഞു, എനിക്ക് ഹിന്ദി അധികം അറിയില്ല, അപ്പം എനിക്ക് അറിയുന്ന ഒരു ഹിന്ദിയിൽ ഞാൻ പുള്ളിക്കാരനോട് പറഞ്ഞു, പയ്യ മെല്ലെ പോയാൽ മതി, എനിക്ക് ഒരുപാട് സമയമുണ്ട്, 10 മണിക്കാണ് എൻ്റെ ഓഫീസ്, 9 മണിയായിട്ടേ ഉള്ളൂ എന്ന്. അപ്പോൾ അവർ ഹാജി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ബാഗ്മാനെ ടെക് പാർക്കിൽ വെച്ചിട്ടാണ്, ആ ടെക് പാർക്കിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോൾ അവിടെ ഒരു ട്രാക്ടർ ഉണ്ടായിരുന്നു. ഇവർ ട്രാക്ടറിനെ ഓവർടേക്ക് ചെയ്യാൻ നോക്കിയപ്പം ഈ ബൈക്ക് സ്കിഡായിട്ട്, ഇത് ട്രാക്ടർ ഇങ്ങനെ പോണു, ബൈക്ക് സ്കിഡായിട്ട് ബാക്കിലിരിക്കുന്ന ഞാൻ ഈ ട്രാക്ടറിൻ്റെ അടിയിലേക്ക് വീണിട്ട് ട്രാക്ടറിൻ്റെ ബാക്കിലത്തെ റൈറ്റ് ടയർ എൻ്റെ മേത്ത് കൂടി കയറി ഇറങ്ങി. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ആ റോഡിൽ കിടക്കുമ്പോൾ എൻ്റെ വായിൽ നിന്ന് ഇങ്ങനെ ബ്ലഡൊക്കെ വരുന്നുണ്ട്. ഞാൻ എന്നിട്ട് ഹെൽപ്പ് എന്ന് പറഞ്ഞ് കരയാണ്. അപ്പോൾ ഇവരെന്നെ പൊന്തിക്കാൻ നോക്കുമ്പം എന്നെ പൊന്തിക്കാൻ പറ്റുന്നില്ല, കാരണം ഇവിടുത്തെ ഫുൾ ഫ്രാക്ചറായി. അപ്പോൾ എല്ലാവരും കൂടി കോരിയെടുത്തു. അവർക്ക് എന്തോ മനസ്സിലായി തോന്നുന്നു. കോരിയെടുത്തിട്ട് എന്നെ അതേപടി ഓട്ടോയിൽ കയറ്റി. എല്ലാവരും ആംബുലൻസ് പോകണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ചെക്ക് ചെയ്തപ്പം എനിക്ക് ഭയങ്കരമായിട്ട് സിവിയർ ആയിട്ടുള്ള ഇഞ്ചുറി ആണെന്ന് മനസ്സിലായതുകൊണ്ട് അവരെന്നെ വേഗം ഒരു നല്ല ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് എൻ്റെ 9 റിബ്സ് ബ്രേക്ക് ആയിട്ടുണ്ട്. എൻ്റെ ഷോൾഡർ ബ്ലേഡ് മൊത്തം ക്രാക്ക് ആയിട്ടുണ്ട്, മൊത്തം പൊടിഞ്ഞു. എൻ്റെ നട്ടെല്ലിന് 3 പൊട്ടുണ്ട്. എൻ്റെ ഒരു ഡിസ്ക് മൊത്തത്തിൽ പൊട്ടിപ്പോയി. എൻ്റെ 2 ഡിസ്ക് ബൾജായി. പിന്നെ എൻ്റെ ചുണ്ട് ഇങ്ങനെ കീറിപ്പോയി. പല്ല് പോയി. എൻ്റെ ഫ്രണ്ടിലത്തെ 4 പല്ല്, അതിനകത്ത് ഒരെണ്ണം പോയി, ബാക്കി 3 ഫുള്ള് ഇളകി. അതിൻ്റെ മസിൽസ് എല്ലാം പൊട്ടി, അത് ഇളകി. എൻ്റെ ഈ ഭാഗം മുഴുവനും ചെത്തിപ്പോയി. ഈ ഭാഗവും എൻ്റെ ഈ കൈയും. എൻ്റെ ഈ കൈയുടെ ഈ ഭാഗം എനിക്ക് മൊബിലൈസ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഇപ്പോഴും മൊബിലൈസ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മാത്രമേ മൊബിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എൻ്റെ സ്പ്ലീൻ റപ്ചറായി. എൻ്റെ ലങ്സിലേക്ക് ഈ വാരിയല് പൊട്ടിയത് അത് പോക്ക് ചെയ്ത് അതിനും ഇഞ്ചേർഡായി. അങ്ങനെ ഒരുപാട് മൾട്ടിപ്പിൾ ഫ്രാക്ചേഴ്സ് ആയിരുന്നു. ഞാൻ 4 ദിവസം വെന്റിലേറ്ററിലായിരുന്നു, 9 ദിവസം ICUലായിരുന്നു. അതിനുശേഷം അവരെന്നെ കോഴിക്കോടേക്ക് കൊണ്ടുവന്നു. ഇതുവരെ റാപ്പിഡോയുടെ ഭാഗത്ത് നിന്ന് എനിക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസും കിട്ടിയിട്ടില്ല. അവർ എന്നെ പേഴ്സണലി കോണ്ടാക്ട് ചെയ്തിട്ടില്ല. മീഡിയയ്ക്ക് ന്യൂസ് കൊടുക്കുന്നുണ്ട്.
അവരെന്നെ ഹോസ്പിറ്റലിൽ കാണാൻ വന്നിട്ടുണ്ടെന്നും സാനീനെ കണ്ടിന്യൂസ്ലി ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നും. പേഴ്സണലി എനിക്ക് ഇതുവരെ ഒരു ഹെൽപ്പും റാപ്പിഡോയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഓൾ വാട്ട് ഐ ഗോട്ട് ഈസ് എൻ്റെ കൗൺസിൽ, അതായത് എൻ്റെ അഡ്വക്കേറ്റിൻ്റെ അടുത്ത് അവർ പറഞ്ഞത് മൈക്രോ ഇൻഷുറൻസ് ആപ്പ് വഴി ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനാണ്. അല്ലാതെ ഇൻഷുറൻസ് വേറെ എന്നെ ഹെൽപ്പ് ചെയ്യാമെന്നോ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇതുവരെ 21,70,70 സംതിങ് എനിക്ക് ഇതുവരെ എൻ്റെ കയ്യിൽ നിന്നും എൻ്റെ 11 കൊല്ലത്തെ എൻ്റെ അധ്വാനം, എൻ്റെ പപ്പയുടെ സേവിങ്സ്, എൻ്റെ അനിയൻ്റെ സേവിങ്സ്, എൻ്റെ ഫാമിലിയുടെ സപ്പോർട്ടിലാണ് ഇത്രയും പൈസ നമ്മൾ സ്പെൻഡ് ചെയ്തത്. ഈ 2 മാസം ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. ഇനി എനിക്കൊരു 4 മാസം കൂടി വർക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴത്തെ എൻ്റെ ഒരു ആരോഗ്യാവസ്ഥ എന്ന് പറയുന്നത്, എനിക്ക് ബെഡിൽ നിന്ന് എന്നെ പപ്പ എണീപ്പിച്ച് എന്നെ കസേരയിലിരുത്തും. എനിക്ക് ചെറുതായിട്ടൊക്കെ നടക്കാൻ പറ്റുന്നുണ്ട്, സ്വന്തമായിട്ട് ബാത്റൂമിൽ പോകാൻ പറ്റുന്നുണ്ട്. ഇപ്പം ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു ആരോഗ്യാവസ്ഥ. ഞാനങ്ങനെ ഭയങ്കര പുറത്തു പോയി അടിച്ചു പൊളിക്കുന്ന ആളൊന്നും ആയിരുന്നില്ല. ഞാൻ പൈസ സേവ് ചെയ്യുക, ട്രാവൽ ചെയ്യുക. ഞാൻ 14 കൺട്രീസ് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അതെൻ്റെ ഒരു വലിയ അച്ചീവ്മെൻ്റ് ആണ്. ഇപ്രാവശ്യം ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഞാൻ ആലോചിക്കുമായിരുന്നു, അറ്റ്ലീസ്റ്റ് ഞാൻ കുറച്ച് ലോകമെങ്കിലും കണ്ടല്ലോ. ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അതായിരുന്നു എൻ്റെ ലൈഫ്. ഇപ്പം എൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ഈ 4 ചുവരുകൾക്കുള്ളിലാണ്. റാപ്പിഡോ കരുതിക്കൂട്ടി എന്നെ ആക്സിഡൻ്റ് ആക്കിയെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ പറയുന്നത് അവർ അഡ്വർടൈസ് ചെയ്തിരുന്ന രീതി, വിമൻ സേഫ്റ്റി പ്രൊവൈഡ് ചെയ്തു എന്ന് പറഞ്ഞു. ഐ എം എ വുമൻ, ഐ ഡിഡ്ന്റ് ഗെറ്റ് മൈ സേഫ്റ്റി. എന്നെ കൂട്ടാൻ വന്ന്, അതായത് ആ ബൈക്ക് ടാക്സി എന്ന് പറയുന്നത് വൈറ്റ് ബോർഡുള്ള പ്രൈവറ്റ് വെഹിക്കിളായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഇവരുടെ റാപ്പിഡോയുടെ സിറ്റി ഹെഡിനോട് സംസാരിച്ചിരുന്ന സമയത്ത് റാപ്പിഡോയുടെ സിറ്റി ഹെഡ് എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞത്, ഏതൊരാൾക്കും റാപ്പിഡോ എന്ന പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്താൽ 5 മിനിറ്റ് കൊണ്ട് അവർക്ക് ഒരു റൈഡർ ആവാം, അവർക്കൊരു ക്യാപ്റ്റൻ ആവാമെന്നാണ്. നമ്മൾ എന്ത് വിശ്വസിച്ചിട്ടാണ് ഇങ്ങനത്തെ ഒരാളുടെ കൂടെ ഇങ്ങനെ 5 മിനിറ്റ് കൊണ്ട് ക്യാപ്റ്റനായ ഒരാളുടെ കൂടെ നമ്മളൊരു ബൈക്കിൽ കയറി പോകുന്നത്? ദേ ആർ നോട്ട് സോറി, ദേ ഹാവൻറ്റ് ഈവൻ കോൾ മീ വൺസ്. സാനി എങ്ങനെയുണ്ട് ഒന്നും ചോദിച്ചിട്ട് അവരുടെ ഭാഗത്തുനിന്ന് ഒരു കോള് പോലും എനിക്ക് വന്നിട്ടില്ല. ഇതിനു മുമ്പ് ലിപ്സ്റ്റിക് പോലും ഇടാതെ പുറത്തിറങ്ങാത്ത ഒരാളായിരുന്നു ഞാൻ. ഇപ്പം ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഞാൻ ക്യാമറയുടെ മുമ്പിൽ വന്നിരിക്കാനും ഞാൻ എല്ലാ മീഡിയ ചാനൽസിനും റിപ്പോർട്ട് കൊടുക്കാനുമുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, ഇതിൽ സംസാരിക്കാൻ എനിക്ക് മാത്രമേ പറ്റുള്ളൂ. എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഞാൻ മാത്രമേ ഉള്ളൂ. ഇതിൽ നിന്നുണ്ടായ എൻ്റെ മെൻ്റൽ ട്രോമ, ആദ്യത്തെ 2 ആഴ്ച എനിക്ക് മര്യാദയ്ക്ക് ഉറങ്ങാൻ കൂടി പറ്റിയിട്ടില്ല. 2 ആഴ്ച രാത്രി കിടക്കുമ്പോൾ, ഞാൻ വെന്റിലേറ്ററിലായിരുന്ന സമയത്ത് ആ മരുന്നിൻ്റെ ഒരു ഇതുകൊണ്ട് ഞാൻ ഉറങ്ങിപ്പോകുമായിരുന്നു. അതിനുശേഷം എന്നെ റൂമിലേക്ക് മാറ്റി ICU കണ്ണടയ്ക്കുമ്പോൾ ട്രാക്ടർ കയറുന്ന മാത്രമേ എനിക്ക് ഓർമ്മയുണ്ടാവും. എന്നിട്ട് എനിക്ക് പേടിയാവുക, നീ കണ്ണു തുറക്കുമ്പോൾ ആ സിറ്റുവേഷനിലേക്ക് പോകുമെന്ന്.